അമ്മ ഇന്ന് വിരുന്നാരെ കണ്ട്. കാക്ക കരഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു ഇന്ന് വിരുന്നുകാരുണ്ടാവുന്ന. വരൂ വരൂ, അങ്ങോട്ട് വരൂ. അവിടെ വെച്ചോളൂ. എന്താ ഇതിലൊക്കെ? ഞങ്ങള് ബന്ധുമുറിക്ക് വന്നതാ മാമേ. അപ്പോ ശ്രീദേവി ഇപ്പൊ ബന്ധുവാണല്ലേ? ശ്രീദേവി എന്താ അവിടെ തന്നെ നിന്നത്? ഞാനും അമ്പാലിക്കയുടെ വയറുകാണൽ ചടങ്ങിന് വന്നല്ലേ, എന്നെ ക്ഷണിക്കണ്ടേ? പിന്നെ ഓ, എന്ന് ഞാൻ വിളിക്കാം. ശ്രീദേവി അമ്മ അകത്തേക്ക് വരൂ, ഞാൻ ഇതാ ക്ഷണിച്ചിരിക്കുന്നു. അമ്പാലിക്ക് ക്ഷണിച്ച ഞാൻ വരില്ല കേട്ടോ. അമ്മായി എന്നെ സ്വീകരിച്ചു കൂട്ടിക്കൊണ്ടു പോവേണ്ടത്. വരൂ. ഞാൻ ഇന്നലെ വന്നപ്പോ ഈ പരിപാടി ഒന്ന് പറഞ്ഞു കേട്ടില്ല. അത് ഞാൻ പറയാം. ഇവര് ഈ ചടങ്ങൊക്കെ മറന്നിരിക്കുന്നു. ഇക്കാണെങ്കിൽ ഇതൊക്കെ നല്ല ഓർമ്മയാണ്. ഞാനാ ഇതൊക്കെ ഏർപ്പാടാക്കിയത്. ഈ വക ചടങ്ങുകളൊക്കെ ചെയ്യുന്നത് അച്ഛനും പപ്പനും ഒരേ നിർബന്ധം. പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ ഒരു ആഗ്രഹമാണെന്ന് വെച്ചോളൂ. അമ്പാലിക്ക് ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതിയാ ഇന്നലെ പറയാനല്ല. ഇനി 9ാം മാസം കച്ചയ്ക്കും പ്രസവത്തിനും പണവും കൊണ്ടുവരും. ഈ വക ചടങ്ങുകളൊക്കെ നമുക്ക് ശരിക്കും നടത്തണം. ഇതെല്ലാമാണ് നമ്മുടെ സംസ്കാരത്തിന്റെ ആത്മാവ്. അത് നഷ്ടപ്പെടുത്തരുത്. വീണ്ടും ഈ വീട്ടിൽ ഈ സന്തോഷം കാണുമ്പോ എന്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു സമാധാനം. മണിയാ, ഈ പലഹാരൊക്കെ എടുത്ത് അകത്തേക്ക് വെച്ചോളൂ. എടുത്തോ, ഇതെടുത്തോ, എടുക്ക്. അവിടെ ഇവിടെ കൊണ്ടുവരരുത്. ഞാൻ അങ്ങോട്ട് വരാം. നടന്നു 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 നടന്നു. അമ്പാലികെ, മോളെ മോളെ എഴുന്നേക്ക്. എന്താ എന്താ അമ്പാലികെ? നീ കുറച്ച് വെള്ളം എടുക്ക. മോളെ അമ്പാലികെ, മോളെ മോളെ അമ്പാലികെ, അമ്പാലികെ. അയ്യോ അമ്മേ, അമ്പാലികയുടെ വയറ്റിൽ എന്തോ കൊണ്ടിരിക്കുന്നു. ചോര പിടിച്ചിരിക്കുന്നു. അത് അവളുടെ നഖം കൊണ്ടതായിരിക്കും. ഒരു മുതുക്കി തള്ള വന്ന് എന്നെ പിടിക്കാൻ നോക്കി. എവിടെയായിരുന്നു? അഴികൾക്ക് പുറത്തായിരുന്നത്. അത്ര ഉയരത്തിൽ അവിടെ ഇരിക്കാൻ സ്ഥലമില്ലല്ലോ. അമ്പാലിക ഉറങ്ങായിരുന്നോ? സ്വപ്നം കണ്ടോ? ഞാൻ നടക്കുകയായിരുന്നു. അതിനെ കണ്ട് പേടിച്ച് ഞാൻ പിന്നാക്കം പോയപ്പോ അതിന്റെ കൈ ജനലിൽ കൂടെ നീണ്ടു വന്നു. അമ്പാലിക്ക് അപ്പൊ തന്നെ എന്നെ വിളിക്കായിരുന്നില്ലേ? ഞാൻ താഴത്തെ തളത്തിലുണ്ടായിരുന്നല്ലോ. അപ്പൊ ശബ്ദം പുറത്തു വന്നില്ല. പിന്നെ അതിന്റെ നീണ്ട നഖം കൊണ്ട് എന്നെ മാന്തിയപ്പോഴാ ഞാൻ ഉറക്ക കരഞ്ഞത്. എനിക്ക് പേടിയാവണം അമ്മേ. അതിന്റെ കൂർത്ത നഖവും ആ പല്ലെളിക്കലും എന്റെ കണ്ണിന് പോണില്ല അമ്മേ. ഞാൻ പറഞ്ഞിട്ടില്ല അമ്പാലികയോട്. ഗൗരി, എന്താ അവിടെ മൂളിനൊരു ശബ്ദം? അമ്മ വിളിക്കുന്നുണ്ട്. തൽക്കാലം അമ്മ ഇതൊന്നും അറിയണ്ട. പിടിച്ചോളൂ. സൂക്ഷിച്ച്. എന്താ അമ്പാലികെ? എനിക്കെന്തോ വയറിനുള്ളിൽ ഒരു വിമ്മിട്ട മാതിരി. അത് വെറുതെ തോന്നണതാ. പേടിക്കണ്ട, ഞാൻ എടുത്തിട്ടുണ്ട്. ഉറങ്ങിക്കോളൂ. അല്ല പപ്പേട്ട, സത്യമായിട്ട് എന്റെ വയറിനുള്ളിൽ ഭയങ്കര ഖനം തോന്നുന്നു. എന്നാ ഞാൻ അമ്മയെ വിളിക്കാം. എന്താ ബാലിക അസുഖം? എന്താ എടുത്തമ്മേ? എന്താ ബാലിക? എന്റെ വയറിനുള്ളിൽ വല്ലാത്ത ഖനം. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പോയി ഡോക്ടറെ വിളിച്ചിട്ട് വരാം. പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. 10 ദിവസമെങ്കിലാവും പ്രസവത്തിന്. വയറിന് നല്ല കനം തോന്നുന്നു പറയുന്നു.
ആളിത്തിരി വീക്കാണ്. ഞാനൊരു ടോണിക്കിന് എഴുതി തരാം. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ഡോക്ടർ? ഹേയ്, കുട്ടിയുടെ പൊസിഷനൊക്കെ നോർമലാണ്. പിന്നെ ക്ഷീണം വരുമ്പോ മനസ്സിനൊരു വിഭ്രാന്തി എല്ലാം ഉണ്ടാവും. അതാ ഘനം തോന്നുന്നു പറയുന്നത്. പിന്നെ അടുത്ത ആഴ്ച അഡ്മിറ്റ് ആക്കാം. ഞങ്ങൾക്ക് ടൗണിൽ എത്താനുള്ള വഴി ഇനിയും ശരിയായിട്ടില്ല. ഉം. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനും വിഷമാ. ആ. അതുകൊണ്ട് ചോദിച്ചതാ. ഹേയ്, പേടിക്കാനൊന്നുമില്ല. ഇക്കാലത്ത് പ്രസവം ഒരു പ്രശ്നമേ അല്ല. കണക്ക് പ്രകാരം 10 ദിവസമെങ്കിലാവും പ്രസവത്തിന്. ധൈര്യമായിരുന്നുള്ളൂ. അടുത്ത ആഴ്ച അഡ്മിറ്റ് ആക്കിക്കോളൂ. വരട്ടെ. അമ്പാലിക്കുട്ടി അനങ്ങാതെ കിടക്ക്. കിടന്ന് പെടക്കില്ലേ? ഇപ്പൊ പെണ്ണുങ്ങളായ കൊറേയൊക്കെ സഹിക്കേണ്ടി വരും. അനങ്ങാതെ കിടക്ക്. സാരല്ല. എന്താ കാളിക്കുട്ടിയമ്മേ, കുട്ടിയെ ആസ്പത്രിക്ക് കൊണ്ടുപോണോ? എന്തിന്? ഓ പിന്നെ ഇപ്പഴല്ലേ ഈ ആസ്പത്രി ഡാക്ടർമാരും ഒക്കെ ഉണ്ടായത്. ഈ നാട്ടിലെ എല്ലാ കുട്ടികളും ജനിച്ചു വീണതേ ഈ കാളിക്കുട്ട കയ്യിലേക്കാ. മാറിക്കണ്ട്. വേദന സഹിക്കാൻ വയ്യ. ഇതെന്താ കുട്ടിയെ കുട്ടിക്കളിയാ? ഒരമ്മ അവിടെ വെച്ചാലേ കുറച്ചൊക്കെ വേദന സഹിക്കുക തന്നെ വേണം. അല്ല, ഈ അമ്പാലിയെ കുട്ടിയേക്കാൾ ചെറുപ്പമായിരുന്നില്ലേ തങ്കമണി ആദ്യം പ്രസവിക്കുമ്പോ? ആസ്പത്രി കൊണ്ടുപോകണമെന്നാ ചോദിച്ചത്. എന്റെ കുട്ടിയെ എന്നെ വെറുതെ ദേഷ്യം പിടിക്കണ്ടോ. ഞാനേ 10-12 വയസ്സിൽ തുടങ്ങിയതാ ഈ തൊഴില്, അറിയോ? കാളിക്കുട്ടിയമ്മ ദേഷ്യപ്പെടണ്ട, ഞങ്ങൾക്ക് പരിഭ്രമമുണ്ട്. ഒന്നും പേടിക്കണ്ടെന്നേ, ഞാനല്ലേ പറയണത്. കുഞ്ഞുലക്ഷ്മി അമ്മ ഇപ്പൊ തന്നെ പേടിച്ചിരിക്കുകയായിരിക്കും അവിടെ. പിന്നെ ഈ തങ്കമണിയുടെ അമ്മ സാവിത്രി കുട്ടിയമ്മ മരിച്ചതിന് ശേഷം കാളിക്കുട്ടി സ്ഥലകാല പുരാണം ഒന്നും പറയണ്ട. എന്താ പണിച്ച അത് ചെയ്താ മതി. ഞാൻ അവരെ പോയി സമാധാനപ്പെടുത്തിയിട്ട് വരാം. പുലർച്ചയ്ക്ക് മുമ്പ് പ്രസവം നടത്തുന്ന എന്റെ കടക്കൂട്ടല്. ഗൗരിയമ്മ കുട്ടിയെ കുളിപ്പിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചോളൂ. സാരല്ല മോളെ. അമ്മയോട് വരാൻ പറയാം. ഒരു ഏട്ടന്റെ അമ്മ ഇവിടെ ആവശ്യമില്ല. ആര് വന്നാലും വേദന ഈ കുട്ടീനെ സഹിക്കണ്ടേ? പിന്നെ പ്രസവം എടുക്കാൻ എന്നേക്കാൾ വലിയ വിവരമുള്ള ഒരാളും ലോകത്തെന്നല്ല അമേരിക്കയെ കൂടി ആരുണ്ടാവില്ല. മനസ്സിലായോ? സാരല്ല മോളെ, സാരല്ല. ആ ഡോക്ടർ അത്രയ്ക്ക് ഉറപ്പ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അപ്പൊ തന്നെ ആസ്പത്രി കൊണ്ടുപോകായിരുന്നു. ഇപ്പൊ കൊണ്ടുപോയിക്കൂടെ അച്ഛാ? അസമയോ മോനെ, പോരാത്തേന് അമാവാസി. സാധാരണ നില ആയിരുന്നു വെച്ചാ കൂടെ സാരമില്ല. അവള് തീണ്ടപ്പെട്ടിരിക്കുന്നു. അല്ലേട്ടാ, ഈ കാളിക്കുട്ടിയമ്മയ്ക്ക് വല്ല വിവരമുണ്ടോ? അതൊക്കെ ഉണ്ടേ. കാലാകാലങ്ങളായി അവരുടെ കുടുംബം തന്നെയായി നാട്ടിലെ പ്രസവം എടുക്കാറ്. പിന്നെ ഏഷണിയും നുണയൊക്കെ കുറച്ചൊക്കെ ഉണ്ടാച്ചാലും നല്ലവളാ. മനസ്സലിവും ഉണ്ട്, കൈപുണ്യവും ഉണ്ട്. അവള് തൊട്ട ഒരു പ്രസവം ഇന്നുവരെ തകരാറായിട്ടില്ല. അല്ല, അമ്പാലിക സംസാരിക്കുന്നുണ്ടോ? ഈ സമയത്ത് വർത്താനം പറയാൻ പറ്റില്ലേ പപ്പ? കാലൊന്നും മടക്കി വെച്ചു. ബലം പിടിക്കല്ലേ ശരിക്ക്. ആയി കേട്ടോ. പ്രസവിച്ചു എന്ന് തങ്കമണി പുറത്തുപോയി പറയൂ. കുട്ടി ജനിച്ചോന്നാ തോന്നുന്നേ. അതിന് കുട്ടിയുടെ കരച്ചിലൊന്നും കേട്ടില്ലല്ലോ. ഒപ്പോൾ പ്രസവിച്ചു കേട്ടോ. കുട്ടിയുടെ കരച്ചിൽ കേട്ടില്ലല്ലോ തങ്കം. കാര്യമൊക്കെ ചെയ്തു, പക്ഷെ പതുക്കെയാന്ന് മാത്രം. ഒരു പൂച്ച ചീറ്റണ മാതിരി. പൂച്ച ചീറ്റണ മാതിരിയോ? അതുമാതിരിയാ എനിക്ക് തോന്നിയത്. കാളിക്കുട്ടിയമ്മ പറഞ്ഞത് കുട്ടിയുടെ ഒച്ച അടഞ്ഞിട്ടാന്നാ. എന്താണ്ടായേ? എന്താ ഈ സത്യം ഞങ്ങൾ തിന്നായിരുന്നു. ഞാൻ ഈ ഭൂതത്തിന് മേലെ ഇരിക്കുന്നത്. ആരും പുറത്തിറങ്ങണ്ട. ആയുധം വലുതുണ്ട്, എടുത്തോളൂ. ആ മണിനെയും വിളിച്ചോളൂ. എന്താ കാളിക്കുട്ടിയമ്മ ഉണ്ടായേ? പ്രസവിച്ചപ്പോ സാധാരണ കുട്ടീനെയായിരുന്നു. ഞാൻ അങ്ങനെ തിരിഞ്ഞ് കുട്ടിയെ കിടത്തുള്ള തുണി ശരിയാക്കായിരുന്നു. അപ്പോഴാ കുതിര കനിക്കൽ പോലെ ഒരു ശബ്ദം കേട്ടത്. തേഞ്ഞു നോക്കിയപ്പോ അത് എണീറ്റിരുന്ന് ഞങ്ങൾ നോക്കി പല്ലളിക്കണോ. അത് രക്തം നീട്ടി ഞങ്ങൾ തിന്നാൻ വരികയായിരുന്നു. ഞാൻ മേല് പഠിച്ച ഈറമുണ്ടെടുത്ത് അതിന് മുഖത്തിട്ട് പിടിച്ച് വട്ടയെ കൊണ്ട് മൂടി അതിന്റെ പുറത്ത് കയറിയിരിക്കുക ചെയ്തത്. കാളിക്കുട്ടി എണീറ്റോളൂ. ഇനി ഞങ്ങളില്ലേ? ശാരദേ, അമ്പാലിക നോക്കിക്കോളൂ. അങ്ങോട്ട് തിരിഞ്ഞു നിന്നോളൂ, ഇങ്ങോട്ട് നോക്കണ്ട. പിന്നെ ഞാൻ എണീറ്റോട്ടെ? ഇനി കാളിക്കുട്ടി എണീറ്റോളൂ.
മണിയാ അതെടുത്ത് മാറ്റ്. സൂക്ഷിച്ച്. എന്റെ മോൾക്ക് എന്താ ഈ ദൗർഭാഗ്യം വന്നതെന്ന് അറിയില്ല. ഞാൻ എന്ത് പാവമാണോ ചെയ്തത്. അമ്പാലിക അതിനെ കാണാൻ എന്ത് ഭാഗ്യം. കണ്ടിട്ടുണ്ടാവില്ല അല്ല അമ്മായി? കണ്ടിട്ടില്ലേ? കണ്ടിരുന്നെങ്കിൽ അമ്പാലിക ഉറക്ക കരയായിരുന്നു. അമ്മായി അവരവിടെ എന്താ ചെയ്യണം നോക്കായിരുന്നു. പടിക്കോർത്തെ വാതിൽ തുറക്കണ ശബ്ദമാരിയുണ്ട്. ആരും പുറത്തിറങ്ങണ്ട. അവരെന്താ ചെയ്തിട്ട് വരട്ടെ. അമ്മായി ആരൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ആരെങ്കിലും വരട്ടെ. അമ്മാമ്മ വരാതെ ആരും ഇവിടുന്ന് ഇളകണ്ട. ശരിയാ, അത് ജനിക്കുമ്പോ എന്തൊരു ഭയങ്കരായിരുന്നു. സത്യത്തില് അപ്പോഴേ എനിക്ക് ഭയം തോന്നി. നല്ലോണം മുറുക്കി കെട്ടിക്കോ. നിങ്ങളത് ഒറ്റയ്ക്കെടുത്തോണ്ട് പോവോ? ഓ ഞങ്ങൾ ധാരാളം മതി. ഞാൻ കൂടി വരണോ? ഓ ഇത് ഞങ്ങൾ എടുത്തോളാം. ഭയം ഉണ്ടെങ്കിൽ ഞങ്ങളും കൂടി വരാം. വേണ്ട തമ്പുരാനെ. ഇതാ ഈ വെട്ടുകത്തിയോട് കൈ വെച്ചോളൂ. രാവിലെ ആര് ചോദിച്ചാലും വേറൊന്നും പറയണ്ട. ഓ ജനിച്ചപ്പോ തന്നെ മരിച്ചു എന്ന് ശരി പറഞ്ഞാൽ തമ്പുരാൻ. ചാത്തോ നടന്നോ, ഞാൻ പിന്നാലെ ഉണ്ട്. തിരിഞ്ഞു നോക്കണ്ട. ഇവര് പറയില്ലായിരിക്കും. പക്ഷെ അതിൻ്റെ ഉള്ളിന്ന് ആ കാളിക്കുട്ടി പുറത്തു വരേണ്ട താമസമേ ഉള്ളൂ. ഈ ലോകം മുഴുവൻ ചെണ്ട കൊട്ടി അറിയിക്കാൻ. ഇനി കുറെ കാലത്തേക്ക് ആ അമ്മയ്ക്ക് ചായയുടെയും ചോറിന്റെയും സമയം വരെ ഓരോ വീട്ടിലിരിക്കാൻ ഒരു കഥയായി. അത് പിന്നെ നമ്മൾ കണ്ടതിനേക്കാൾ ആധികാരികമായി ആയമ്മയല്ല കണ്ടത്. നമുക്ക് അകത്ത് പോയി അമ്പാലിക്കാൻ നോക്കാം. പപ്പൻ കുറെ മനസാന്നിധ്യം നേടണം. അമ്പാലിക ഇതൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അറിയിക്കണ്ട. അത് ശരിയാ. കുട്ടി പ്രസവത്തിൽ തന്നെ മരിച്ചു എന്ന് പറഞ്ഞാ മതി. ശരി. മടുത്തുവേ. പാലക്കലുകാർ പറഞ്ഞുകൊണ്ടാ ഞാൻ വന്നത്. അല്ലേലും ഇതൊന്നും അത്ര ശരിയുള്ള കാര്യമല്ല. അല്ല എന്താണോ അവിടെ ഇങ്ങനെ ഒരു ജന്മം നടക്കാൻ കാരണം? ആ പാല ശരിയല്ല. അതൊട്ട് മുറിക്കാൻ അവരോട്ട് കൂട്ടാക്കുകയില്ല. ഓ പാലകൾ നിൽക്കണോണ്ടായിരിക്കും അല്ലേ പാലക്കൽ തറവാടെന്ന് പേര് വന്നത്. ആ ആയിരിക്കും. അതെ, കുറച്ചങ്ങനെ മാറ്റി കുത്തായിരുന്നില്ലേ? ഞാൻ ഇപ്പോഴാ ഈ സ്ഥലം ഒന്ന് ശ്രദ്ധിച്ചേ. ഞാനത് വേണ്ടാന്ന് വെച്ചിട്ട് തന്നെയാ. ഈ മരത്തിന്റെ ചൂടാവുമ്പോ ഇവിടെ വേറെ ആരും കുഴി തോണ്ടില്ല. പിടിച്ചോ, പിടിച്ചോ. കനം കൂടിയിട്ടുണ്ടോ? എനിക്ക് അപ്പൊ ഇതിന്റെ ചോട്ടി തന്നെ കുഴിച്ചിട്ട് നന്നായി. വേറെ ആരെങ്കിലും വന്ന് തോണ്ടിയിട്ട് അവർക്കൊരു കുഴപ്പമുണ്ടാവണ്ടല്ലോ. നമുക്ക് പോവാം. അതെ, യാത്ര പറയാനൊന്നും നിൽക്കണ്ട. ഇതിനുള്ളിൽ കിടക്കണതേ അത്ര നല്ല സാധനമൊന്നും അല്ല. വർത്താനം പറഞ്ഞ് ലോഹ്യം കൂടിയിട്ടേ ആ നമ്മുടെ കൂടെ കൂടണ്ട. അതെ, തിരിഞ്ഞു നോക്കാണ്ട് നടന്നോ.